ശരീരഭാരം കുറക്കാൻ പറ്റുന്നൊരു ജ്യൂസ് ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ. ഇത് ഏതെങ്കിലും ഒരു ഷോപ്പിലൊക്കെ പോയിട്ട് ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി കാണിച്ചു തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ചിലതൊക്കെ അതിന് പെർമിഷനും തന്നത്, പക്ഷേ എന്താണെന്ന് അറിയാം, സമയം കിട്ടാത്തൊരവസ്ഥ വന്നതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാം. എന്നിട്ട് നമുക്കിത് പ്രാക്ടിക്കലായിട്ട് ഒരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ പഠിച്ച കാര്യം പിന്നെ നിങ്ങൾ പ്രാക്ടിക്കലായി കാണുമ്പോൾ ഒന്നുകൂടി നമുക്കത് സ്ട്രെസ് ചെയ്യാൻ പറ്റുമല്ലോ. അതിന് പറ്റിയൊരു ജ്യൂസ്, അത് ABC ജ്യൂസാണ്. അപ്പോൾ എന്താണ് ഈ ABC ജ്യൂസിലെ ഇൻഗ്രീഡിയൻസ്? A ഫോർ ആപ്പിൾ, B ഫോർ ബീട്രൂട്ട്, C ഫോർ ക്യാരറ്റ്. ഇത് മൂന്നുമാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ്. പ്ലസ് അതിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള 2 കാര്യം കൂടി പെടുന്നുണ്ട്. നിങ്ങൾക്ക് രുചി നൽകുന്ന ഇഞ്ചിയും ചെറുനാരങ്ങയും. ഈ 5 സാധനം കൂടി നിങ്ങൾ ചേരുമ്പോഴേക്ക് നല്ല രുചിയും കിട്ടും, നിങ്ങൾക്ക് ശരീരത്തിൽ ഒരുപാട് ബെനിഫിറ്റും കിട്ടും. എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരാം. ഓഫറുകളുടെ പെരുമഴക്കാലമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ബെനിഫിറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണം കുറയും എന്നുള്ളതാണ്. രണ്ടാമത്തേത് എന്താണെന്നറിയോ? കൊഴുപ്പ് കുറയും എന്നുള്ളതാണ്. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലാംശം ഇത് സപ്ലൈ ചെയ്ത് തരും. കാരണം ഇതിലുള്ള എല്ലാ കണ്ടൻസിലും ധാരാളം ജലാംശം അടങ്ങിയ സംഭവങ്ങളാണ്. ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടത് എന്താ? നല്ല ശക്തമായിട്ടുള്ള എനർജിയാണ്. ഈ ഒരു ജ്യൂസ് നല്ലൊരു എനർജി ബൂസ്റ്ററാണ്. ഒരുപാട് വിറ്റാമിനുകളും ധാതുക്കളും ഇതിലടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പറഞ്ഞു തരട്ടെ. സിങ്ക്, കോപ്പർ, ഫോളേറ്റ്, പൊട്ടാസ്യം, ഇരുമ്പ്, കാൽസ്യം, മെഗ്നീഷ്യം, മാംഗനീസ്, നിയാസിൻ, വൈറ്റമിൻ A, B1, B2, B6, C, E, K. ചുരുക്കത്തിൽ ഒരൊറ്റ പാനീയത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അങ്ങോട്ട് കിട്ടും. അതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ ഒരു അണുക്കൾ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ നിങ്ങളുടെ ശരീരത്തിലെ പ്രതിരോധ നിരയെ ശക്തമാക്കാൻ സഹായിക്കുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസ് കൂടി ഈ ജ്യൂസിലുണ്ട്. പവർഫുള്ളായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാനും ഈ ABC ജ്യൂസ് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതിലൊരുപാട് വൈറ്റമിനുകളും മിനറൽസും ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളിലെ പ്രായമാവൽ പ്രക്രിയയെ തടഞ്ഞു നിർത്താനും വളരെ ഹെൽപ്ഫുള്ളാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു ABC ജ്യൂസ് കൊണ്ട് നമുക്ക് എത്ര ബെനിഫിറ്റാണ് കിട്ടുന്നത്. ഇനി വണ്ണം കുറക്കാൻ ആഗ്രഹിക്കാത്തവർ പോലും കഴിച്ചോളി, ഒരു കുഴപ്പമില്ല. വെറും വണ്ണം കുറക്കാൻ മാത്രമൊന്നുമല്ല, ഈ കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി ദഹന പ്രക്രിയ വണ്ടർഫുൾ, നല്ലൊരു ഡീടോക്സിഫയിങ് സംഭവം കൂടിയാണ് ഇതിലുള്ള പല കെമിക്കൽസും. നിങ്ങളുടെ ശരീരത്തിൻ്റെ വയറിനെ അങ്ങോട്ട് ശുദ്ധീകരിക്കുകയാണ് ഇത് കുടിക്കുന്നതോട് കൂടി. നമ്മുടെ ശരീരത്തിലെ വിഷവസ്തുക്കളെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഈ ജ്യൂസ് വളരെ ബെനിഫിറ്റ്. അതുകൊണ്ട് നിങ്ങളുടെ തൊലി, നിങ്ങളുടെ ചർമ്മത്തിൻ്റെ സൗന്ദര്യമൊക്കെ നിലനിർത്താനും ഹെൽപ്ഫുള്ളാണ്. അതുപോലെ നിങ്ങളെ കണ്ണിനും ഹൃദയത്തിനും ഇറ്റ്സ് എ വണ്ടർഫുൾ. അല്ലേ? അറിയില്ലേ? ക്യാരറ്റാണ് അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റ്. കണ്ണിന് എത്ര മെച്ചാണ്. ബീട്രൂട്ട്, ചെറുനാരങ്ങ എല്ലാം നമ്മുടെ ഹൃദയത്തിന് ഹെൽപ്ഫുള്ളാണ്. ABC ജ്യൂസ് എങ്ങനെയാണ് പാചകം ചെയ്യുക? 1 or 2 ആപ്പിൾ എടുക്കുക. വലിയ ആപ്പിളാണെങ്കിൽ 1, ചെറുതാണെങ്കിൽ 2. ബീട്രൂട്ട് പകുതി മുറിച്ചെടുക്കുക. 1 ക്യാരറ്റ്, 1 ടീസ്പൂൺ ഇഞ്ചി, 1/2 ചെറുനാരങ്ങ. മനസ്സിലായല്ലോ? ഇത് മാത്രം ആഡ് ചെയ്യാം. ആദ്യം ചെയ്യുന്നത് ഈ ആപ്പിളും ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം അരിഞ്ഞു വെക്കുക. എന്നിട്ട് നിങ്ങൾ അതിലേക്ക് ഇഞ്ചിയും ആഡ് ചെയ്തിട്ട് ഒരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇതാക്കിയെടുക്കുക നന്നായിട്ട്. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് ഇങ്ങോട്ട് മിക്സ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ടൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് അതിലുള്ള കട്ടകളൊക്കെ റിമൂവ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി അലിച്ചിങ്ങോട്ട് കശക്കി ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക ഒരു ചെറുനാരങ്ങയുടെ കഷ്ണം. നിങ്ങൾക്ക് എത്രമാത്രം രുചി കിട്ടണോ അത്രമാത്രം ആഡ് ചെയ്യാം. ഇനി 1 ആഡ് ചെയ്യണമെങ്കിൽ 1 ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല സഭാഷായിട്ട് നമ്മളെ ABC ജ്യൂസ് അങ്ങോട്ട് കുടിക്കുക. ഇത് ചിലപ്പോൾ ചിലർക്ക് വേണമെങ്കിൽ ആഴ്ച 2 ദിവസമാണ് കഴിക്കേണ്ടത്, അങ്ങനെ കഴിക്കുക. ഇനി ഡെയിലി കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കുക. ഡെയിലി കഴിക്കാൻ തന്നെ നോക്കുക. ഓക്കെ, ഇത് മാത്രം ആയിട്ട് രാത്രി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഭക്ഷണമാണല്ലോ. രാത്രി ഇത് മാത്രം കഴിച്ചു കിടന്നോളി. എന്നിട്ട് അതിൻ്റെ ഫലം, റിസൾട്ട് എന്താണെന്നുള്ളത് ഇതിൻ്റെ അടിയിൽ ഒന്ന് പറഞ്ഞറിയിക്കുക.